ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്കത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ സ്നേഹത്തിന് മുമ്പിൽ, യേശുവിൻ്റെ കരുണയുടെ മുമ്പിൽ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ, പിതാവിൻ്റെ വലിയ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനവുമായി ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം ഒരുക്കിയ സമയത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം, ദൈവകൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ഞങ്ങളുടെ മധ്യയുള്ളതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. ലോകത്തിലെ ഉണർവ് വ്യാപരിക്കും. യേശു മാത്രം സത്യ ദൈവമെന്നും നിത്യജീവനിലേക്കുള്ള വഴിയെന്നും ജനം തിരിച്ചറിയും. കർത്താവെ, വിശ്വസിക്കുന്നതിലുള്ള സമാധാനവും സന്തോഷവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഭവനത്തിൽ ജനിച്ച നമ്മൾ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്നു. ആ വീണ്ടും ജനിച്ച ഒരു ദൈവപൈതൽ ഒരു ബ്രാൻഡ് ന്യൂ ക്രിയേഷനാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ വിശ്വാസത്തിൽ നാം വീണ്ടും ജനിക്കുന്നു. എല്ലാത്തിൻ്റെയും ബേസ് ഫെയ്ത്താണ്. നാം കർത്താവിനെ അറിയുന്നതും അംഗീകരിക്കുന്നതും വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്നതും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് ഫസ്റ്റ് പ്രയോറിറ്റിയും ഫൈനൽ അതോറിറ്റിയും കൊടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഭവനത്തിൽ നാം ക്രിസ്തുവിലായി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്. ഒന്ന്, സന്തോഷം വരും, സമാധാനം വരും, അനുഗ്രഹം വരും, നന്മ വരും. പലപ്പോഴും അവിശ്വാസം നിമിത്തം കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ കഴിയാത്തത് കൊണ്ട് നെഗറ്റീവ് പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരുപാട് പേരെ നമുക്ക് കാണുവാൻ കഴിയും. കാരണം നെഗറ്റീവ് പറയുവാനും കേൾക്കുവാനും വളരെ ഇഷ്ടമാണ് പലർക്കും. തന്നെയല്ല, പിശാചിന് വളരെ എളുപ്പം അതിൽ പ്രവർത്തിക്കുവാനും കഴിയും. നമ്മളിൽ ഒരു ഷിപ്രക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ, ഒരു കപ്പൽ ഛേദം പോലെ ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കണം. അതിന് അനുഗ്രഹമുണ്ട്. ചിലരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അനുഗ്രഹം എന്നുള്ള വാക്ക് കേൾക്കുമ്പം പേടിയാ. എന്താ അനുഗ്രഹം? ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നൊരു ജീവിതം. സമാധാനവും ദുഃഖവും ദാരിദ്ര്യവും നിന്ദയും പട്ടിണിയും അപമാനവും നിറഞ്ഞ ഈ ലോകത്തിൽ പിശാച് നമ്മളെ കുരുക്കുവാൻ ശ്രമിക്കുമ്പോൾ സമൃദ്ധിയിലേക്ക് നമ്മളെ നടത്തുക. സമൃദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനുള്ള സമൃദ്ധി. അതിൻ്റെ രഹസ്യം എന്താണ്? ക്രിസ്തു ഇമ്മാനുവേൽ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബൈബിൾ പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. നമ്മൾ ഒരിക്കലും ഓർക്കണം, പണസമ്പാദനത്തിനോ മറ്റുള്ള മാർഗമല്ല ക്രിസ്ത്യൻ ലൈഫ്. ഇത് നിത്യജീവനിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ദൈവമക്കൾ നിശ്ചയമായിട്ടും ഗോഡ്ലിനെസ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ദിസ് ലൈഫ് ആൻഡ് ദ ലൈഫ് ടു കം എന്ന് പോൾ തിമത്തിയോട് പറഞ്ഞെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. ദേശത്തെ നന്മ അനുഭവിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞെങ്കിൽ അത് നന്മയാണ്. നീ അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടുന്നൊന്നും തരത്തില്ല എന്ന് പറയുമ്പോൾ നാം പ്രസൻറ്റ് ചെയ്യുന്നത് ക്രൂവലായിട്ടുള്ളൊരു ഫാദറിനെയാണ്. എൻ്റെ മക്കൾ എന്നോട് അങ്ങനെ പറഞ്ഞു ഒരിക്കലും എനിക്ക് വിഷമമാണ്. കാരണം നിങ്ങളെല്ലാ മാതാപിതാക്കളും അങ്ങനെയാണ്. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും അവർക്കൊരു നന്മ ലഭിക്കുവാനും വേണ്ടി ഓരോരുത്തർ അതിനായിട്ട് പ്രയത്നിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവവൈദ്യരുമായിട്ട് സംസാരിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ തൻ്റെ വസ്തു നഷ്ടപ്പെട്ടു, തനിക്കുള്ള സകലവും നഷ്ടപ്പെട്ടു. അപ്പോൾ താനിങ്ങനെ എന്നോട് പറയുകയുണ്ടായി, ഞാനൊരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അവരെ എവിടെ താമസിപ്പിക്കും? ഒരപ്പൻ്റെ വേദനയാണത്. പറഞ്ഞു, സാരമില്ല ബ്രദറെ, ദൈവം നടത്തും, ദൈവം അത്ഭുതം ചെയ്യും. വിശ്വസിച്ചു. ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. തനിക്ക് താൻ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല നിലയിൽ താമസ സൗകര്യവും ജോലിയും ഒക്കെ ദൈവം ഒരുക്കി കൊടുക്കുന്നത് കണ്ണിൻ്റെ മുമ്പിൽ കണ്ടു. ഇന്ന് രാവിലെ ഒരു സഹോദരനെ വിളിച്ചപ്പോൾ അനേക നാളുകളായിട്ട് താൻ
ദിവസങ്ങളായിട്ട് താൻ ഒരു ജോബ് ഓർഡറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ താൻ തൻ്റെ ഉള്ളിലേക്ക് വിശ്വാസത്തിൻ്റെ വാക്കുകൾ കടത്തിവിട്ടപ്പോൾ താൻ തൻ്റെ ഉള്ളിലേക്ക് ആ ജോലി കിട്ടിയാലും ജോലി കിട്ടിയില്ലെങ്കിലും യേശു നടത്തും, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല, പച്ചയായ പുൽപ്പുറങ്ങൾ അവനെ നടത്തും. ഇത് ശരിക്കും ഏറ്റെടുത്ത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കറിയാം, ഞാൻ ദൈവസന്നിധിയിലേക്കുള്ളൊരു യാത്രയിലേക്കാണ്, ഞാനൊരു ബോൺ എഗെയിൻ ക്രിസ്ത്യനാണ്, എൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ഞാൻ ഈ ലോകത്തിലെ ഒരു വലിയൊരു ധനവാന്മാരോട് ഉന്നത ഭാവം കൂടി നെകളിച്ച് ജീവിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് എന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇത് കിങ്ഡം ഓഫ് ഗാഡ് ആണ്. ഇത് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ലൈഫാണ്. കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് അവിടെയുണ്ട്. അതിനോട് ഞാൻ ഗുഡ് ബൈ പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവൈദ്യൻ്റെ മുഖത്ത് നോക്കി അറിയാം. അല്ലാത്തവരെന്ത് ചെയ്യും? ഞാൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആൾക്കാരുടെ ഉള്ളിലേക്ക് ഒരു കൺഫ്യൂഷൻ കടത്തി വിടുവാനിടയുണ്ട്. ഒരിക്കലും അതിന് വിട്ടുകൊടുക്കരുത്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആയിട്ട് നടക്കാനല്ല കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തിരിക്കുകയാണ്. യേശുവിൻ്റെ ഒരു മകനായിട്ട് ജീവിക്കുവാനാണ്. ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എന്തോ ആണ് ആ സ്റ്റാൻഡേർഡ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലം, ആത്മാവിൻ്റെ ഫലവും ആത്മാവിൻ്റെ വരവും ഒരു ദൈവവൈദ്യൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപോലെ പുറപ്പെട്ടു വരുമ്പോൾ അവനറിയാം, ഹല്ലേലൂയ, ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഒരു ദൈവം എന്നെ പുലർത്തുവാൻ വിശ്വസനാണ്. മരിച്ചാലും ജീവിച്ചാലും നാം ക്രിസ്തുവിനുള്ളവർ. അതത്ര ഒരു ക്രിസ്ത്യൻ മെൻറ്റാലിറ്റി. നാം പോകുന്നിടത്തൊക്കെ ഈ സന്തോഷം, ഈ സമാധാനം വ്യാപരിപ്പിക്കണം. നാം ഒരു ഭവനത്തിൽ ചെന്നാൽ ആ ഭവനത്തിൽ സമാധാനം വരും. ബിക്കോസ് നമ്മുടെ ഉള്ളിലുള്ളത് സമാധാന പ്രഭുവാണ്. കഴിഞ്ഞ ദിവസം ഒരാളോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുകയാണ്, യേശു ദൈവമാണോ? ഒരു കിൻഡർ ഗാർഡൻ ചോദ്യമായിട്ട് ഞാനതിനെ കരുതുന്നുള്ളൂ. വളരെ ദേഷ്യപ്പെട്ട് എൻ്റെ അടുത്ത് വന്നു. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് പുള്ളി അങ്ങ് പെട്ടെന്ന് പോയി. എന്നാൽ പിന്നീട് ഞാൻ വീട്ടിൽ വന്ന് ചിന്തിച്ചപ്പോൾ ഒരൊറ്റ വാക്യം മതി: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പോൾ പുത്രനിൽ വിശ്വസിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? നശിച്ചു പോകും. യേശു പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിൽ നശിച്ചു പോകും. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ലെങ്കിൽ നശിച്ചു പോകും. യേശു ആരാണെന്നുള്ളത് യേശു ഈ ഭൂമിയിൽ നിന്ന് തെളിയിച്ചു. യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിട്ട് തന്നെ അവിടെ ജീവിച്ചത്. ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എൻ്റെയും നിങ്ങളുടെയും പാപത്തെ ചുമക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ് വന്നത്. കാൽവറി ക്രൂശിൽ കർത്താവ് പരമയാഗമായി തീർന്നു. ശരിയാണ്, ആമേൻ. അത് എന്നെയും നിന്നെയും നേടുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ മൂന്നാമത്തെ ദിവസം മരണത്തെയും പാതാളത്തെയും തോപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ജയാളിയായ ഒരു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നവർക്കറിയാം, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. പ്രൈസ് ഗോഡ്. എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇംഗ്ലീഷിലെ എൻ്റെ നാമത്തിൽ ചോദിപ്പീൻ, അവൻ ദൈവം അത് തരും. നിങ്ങൾ പ്രാർത്ഥനയിൽ വിശ്വസിച്ചുകൊണ്ട് യാചിക്കുന്നത് എന്ന് മലയാളം, ചോദിക്കുന്നതെന്ന് ഇംഗ്ലീഷ്. ഓക്കെ, യു ടേക്ക് ഇറ്റ് വാട്ട് എവർ യു വാണ്ട്, ബട്ട് യു ഹാവ് to follow that pattern. You by faith you can receive blessings from God. You know that you read the Bible. അപ്പോൾ നമുക്ക് അവിടെ കാണാം, നല്ല സ്നേഹമുള്ള ഒരു ദൈവത്തെ അവിടെ കാണുവാൻ കഴിഞ്ഞു. അതത്ര എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഈ കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം, ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യകരമായ ജീവിതം. ആ പാട്ട് വളരെ അർത്ഥമാണ്. പണത്തിനോ ധനത്തിനോ ഈ ലോകത്തിലെ പ്രതാപത്തിനോ പൊളിറ്റിക്സിനോ ഒന്നും തരാൻ കഴിയാത്ത, അതിൻ്റെയൊക്കെ മേളിൽ നിൽക്കുന്ന ഒരു സമാധാനം വ്യാപരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. റോമൻസ് 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഡു നോട്ട് കൺഫോം ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്, ബട്ട് ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ്. ഇപ്പോൾ ബോൺ അഗെയിൻ ആയിട്ടുള്ള ദൈവമക്കൾ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി ഡെയിലി രൂപാന്തരപ്പെടണം. അതെങ്ങനെയാണ് രൂപാന്തരപ്പെടുവാൻ കഴിയുന്നത്? ദൈവവചനത്താൽ. ദൈവത്തിൻ്റെ വചനം വായിക്കണം. ഞാൻ പറയത്തില്ല 10 ചാപ്റ്റർ ഓടിച്ചിരുന്ന് വായിക്കണമെന്ന് പറയത്തില്ല. 10 വാക്യമേ വായിച്ചിട്ടുള്ളെങ്കിലും അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക്
കയറണം. പ്രൈസ് ഗോഡ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചിലർ പറയും ലോകം എനിക്ക് വേണ്ട, ലോകത്തുള്ള ഒന്നും വേണ്ട എന്ന് പറയുകയും ചെയ്യും. അടുത്ത സെൻറ്റൻസ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ലോകത്തിലുള്ളത് മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ജീവിതമെന്ന് മനസ്സിലാകും. കാരണം ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ പഠിച്ചു വെച്ചേക്കുക. കഷ്ടത വരവാണെന്ന് ഒരു കഷ്ടതയിലുമല്ല. നല്ല സുന്ദര സമൃദ്ധിയായിട്ട് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടാണ് ഈ വചനത്തിന് വിരുദ്ധമായിട്ട് സംസാരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ഒരു ദൈവത്തിന് അറിയാം. ഞാനൊരു ഒരു ഭടൻ്റെ ജോലി ചെയ്യുമ്പോൾ അവിടെ പോരാട്ടമുണ്ട്, അവിടെ ഉദ്രവമുണ്ട്, അവിടെ നിന്നയുണ്ട്. എന്നാൽ പ്രൈസ് ഗോഡ്, യേശു ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് പറഞ്ഞു റിജോയ്സ് ഇൻ ദ ലോർഡ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കഷ്ടതയില്ലെന്നല്ല, ആ കഷ്ടത എന്ത് ചെയ്യും, നമ്മളെ അതിലൂടെ നടത്തി നമ്മുടെ സ്പിരിച്വൽ മസിൽസ് ദൈവം ഡെവലപ്പ് ചെയ്യും. എന്ത് വന്നാലും നേരിടുവാനുള്ളൊരു ധൈര്യം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളത് ഡിക്ലെയർ ചെയ്യണം. എൻ്റെ ദൈവം എന്നെ വിടുവിക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴികളെ തുറക്കും, യേശു എൻ്റെ ദൈവമാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ലോർഡ്. എവരിഡേ അത് കൺഫസ് ചെയ്യണം. ആമേൻ, ആമേൻ. നമുക്ക് ഈ ലോകത്തിൽ ഈ കഷ്ടത പറയുന്ന മുഴുവൻ സുവിശേഷകർക്കും, ഈ മുഴുവൻ പാസ്റ്റർമാർക്കും, അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്കും ഒക്കെ ഒന്ന് ശമ്പളം കിട്ടാതിരിക്കട്ടെ, ഒരു ബുദ്ധിമുട്ട് വരട്ടെ. അപ്പോൾ അവർ ചിന്തിക്കും, ഇത് അനുഭവിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സത്യസന്ധരായിരിക്കണം. 1 രൂപയുള്ളെങ്കിലും എൻ്റെ ദൈവം തന്നതാണെങ്കിൽ അതിന് നന്ദിയുള്ളവനായിരിക്കണം. എൻ്റെ കർത്താവാണ് എനിക്കത് നൽകിയത്. ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിട്ട് ജീവിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മൾ ഒരിക്കലും ഒരു ഹിപ്പോക്രിറ്റ് ആകരുത്. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും ആകരുത്. ഞാനിങ്ങനെയാണ് ക്രിസ്തീയ ജീവിതത്തെ കണ്ടിരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. എനിക്ക് കുറവുകളും കുറ്റങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം എന്നെ സ്നേഹിച്ചു, ദൈവം എന്നെ വിടുവിച്ചു. ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണ്. ദൈവം നടത്തുന്ന വഴിയെ പോകും. ദൈവം ഹല്ലേലൂയ. ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാണ്, നീ മുഖാന്തരം അനേകൻ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നാം എന്ത് ചെയ്യണം, മറ്റുള്ളവർക്കൊരു അനുഗ്രഹ വിഷയമായി തീരണം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും സാമ്പത്തികമായിട്ട് എല്ലാവരെയും സഹായിക്കുവാൻ കഴിയത്തില്ല, ഒരു ഗവൺമെൻറ്റിന് പോലും കഴിയത്തില്ല. എന്നാൽ പ്രൈസ് ഗോഡ്, സകലവും അനുഭവിപ്പാൻ തരുന്നൊരു ദൈവം നമ്മളുണ്ട്. ഈ കർത്താവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ബുദ്ധിമാന്മാരായ റോമിലെ ആൾക്കാരുടെ ഇടയിലേക്കാണ് പോകുന്നതെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പൗലോസ് എഴുതിയത്, ഐ ആം നോട്ട് അഷെയിംഡ് അബൌട്ട് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതൊരു പവറാണ്. ഗോസ്പൽ ഈസ് എ ഗുഡ് ന്യൂസ്. കർത്താവിൻ്റെ ജനത്തിങ്കിൽ തന്നെ മാലാഖമാരെന്താണ് പാടിയത്, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. നിങ്ങളെവിടെ പോയാലും ക്രിസ്തുവിൻ്റെ ഒരു സൗരഭ്യവാസനയായി ജീവിക്കണം, സന്തോഷമുള്ളവരായി ജീവിക്കണം, സമാധാനമുള്ളവരായി ജീവിക്കണം. താൽക്കാലികമായിട്ടുള്ള ഈ ആയുസിൽ യേശുവിനെ ഉയർത്തി, ഞാൻ ക്രിസ്തുവിൽ ആരാണ്, ഹൂ വി ആർ ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിൽ ആരാണ്, ഞാൻ ക്രിസ്തുവിൽ എനിക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട്, ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ഒരു റെവലേഷൻ നോളജ് നമുക്ക് ലഭിക്കും. അത് ലഭിക്കണമെങ്കിൽ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. വചനം വായിക്കണം. നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ പാസ്റ്റും നിങ്ങളുടെ പ്രസൻറ്റും എൻ്റെ ഫ്യൂച്ചറും എല്ലാം ഈ വചനത്തിൻ്റെ ഉള്ളിലുണ്ട്. നന്മയൊന്നും മുടക്കത്തില്ല. ഒരു പ്രവാചകൻ്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ല. പ്രവചനപരമുള്ളവരുണ്ട്, സംസാരിക്കണമെങ്കിൽ അവരെ കൊണ്ടുവരും. അപ്പോൾ കർത്താവിനേക്കാൾ വലിയ പ്രവാചകന്മാരുടെ പിന്നാലെ ഓടുന്നൊരു പ്രവണത നമുക്കുണ്ട്. പ്രൈസ് ഗോഡ്. ബൈബിൾ പറയുന്നു, ആസ് മെനി ആസ് ആർ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ദേ ആർ ദ സൺസ് ഓഫ് ഗോഡ്. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ദൈവത്തിൻ്റെ വചനം അത് നമ്മളെ കറക്റ്റ് ചെയ്യും. ഈ വചനം വായിച്ചാൽ അത് കറക്റ്റ് ചെയ്യും, അത് നമ്മളെ ഇൻസ്ട്രക്റ്റ് ചെയ്യും, അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, അത് നമ്മളെ ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക നല്ലത്. തിരുവചനം വായിക്കണം, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് മാർക്കിട്ട് മറ്റുള്ളവരുടെ പ്രസംഗം കേട്ട് അന്നേരം ഒരു സന്തോഷം വന്നു, ഇങ്ങനെ അങ്ങ് ജീവിതം തീരും. ക്രിസ്തീയ ജീവിതം അതൊരിക്കലുമല്ല. ദൈവത്തോടു കൂടെയുള്ള ജീവിതമാണ് ക്രിസ്ത്യൻ ലൈഫ്. ഭയത്തിന് ഒരു സാധ്യതയും കൊടുക്കരുത്. നെഗറ്റീവ് പറയുന്നവരുണ്ട്, നിങ്ങളെ നോക്കി ശാപത്തിൻ്റെ വാക്കുകൾ പറയുന്നുണ്ട്. എനിക്കറിയാം, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തന്നെ അറിയാം, ചിലർ ഒരൊറ്റ സൈഡ് ഇങ്ങനെ പിടിച്ചേക്കുകയാണ്, ഇതിൻ്റെ ചുറ്റുവട്ടമുള്ളതൊന്നും കാണുന്നില്ല. ഒരു മല ഇങ്ങനെ കയറുമ്പോൾ മുമ്പിലുള്ളത് മാത്രം കാണുന്നു. ഞാൻ പിടിച്ച കൊമ്പിന് എത്രയോ മുയലിന് എത്രയോ കൊമ്പെന്ന് പറഞ്ഞ് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്നാൽ ഒരു ചുറ്റുമൊന്ന് നോക്കിക്കേ, എൻ്റെ കണ്ണെന്ന് തുറന്നു നോക്കിക്കേ. ഈ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ
ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ. ഓർഡറിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. പന്നം പറഞ്ഞ് നടത്തി നശിപ്പിക്കുന്നവൻ അത് പിശാചാണ്. അറുപ്പാനും മുടിപ്പാനും വരുന്നത്. കർത്താവ് വന്നത് അബണ്ടന്റ് ലൈഫാണ്. യോഹന്നാൻ 10:10, യോഹന്നാൻ 10:10 ആ 2 മാസ്റ്റർ പ്ലാനുകളും നമുക്കവിടെ കാണുവാൻ കഴിയും. ഒന്ന്, അറുപ്പാനും മുടിപ്പാനും വരുന്ന ദുഷ്ടൻ. രണ്ടാമത്തെ ഒരു മാസ്റ്റർ പ്ലാൻ, നല്ലൊരു ഇടയൻ, ഒരു ഗുഡ് ഷെപ്പേർഡ്. വരുന്നത് എന്തിനാണ്? ആടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, അതിനെ സ്നേഹിക്കുവാൻ. അബണ്ടന്റ് ലൈഫ്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ വേണ്ടി വരുന്നൊരു ദൈവം. ആരെ വേണം? ബൈ ചോയ്സ് കൊണ്ട് നിങ്ങൾക്ക് യേശുവിനെ അംഗീകരിക്കാം, നിങ്ങൾക്ക് നിരാകരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇറ്റേണിറ്റി എവിടെയാണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങളുടെ ചോയ്സിലൂടെ. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ തന്നെ അതിനെ നെഗറ്റീവ് പറഞ്ഞ് നശിപ്പിച്ച് കളയുന്ന ഒരുപാട് ആളുകളെ ഞാൻ കാണുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്? സ്തോത്രം. കാരണം കണ്ണ് കുരുടായവൻ കാണുന്നതെല്ലാം കുരുടെന്ന് പറഞ്ഞ പോലെ എല്ലാം അങ്ങനെ നടക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അകത്തെ മനുഷ്യൻ പ്രകാശിക്കണം, ആത്മാവിൽ ധൈര്യശാലികളായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, എല്ലാ ദൈവത്തിൻ്റെ വിഷയങ്ങളും നമ്മൾ വിശ്വസിച്ചാണ് നമ്മളത് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. ഗോ ഫ്രം യുവർ കൺട്രി, യുവർ പീപ്പിൾ and your father's household to the land I will show you. I will make you into a great nation and I will bless you. I will make your name great and you will be a blessing. I will bless those who bless you and whoever curses you I will curse. Praise God. And all people on earth will be blessed through you. അബ്രഹാമിനോട് അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങളാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അബ്രഹാമിലൂടെയുള്ള അനുഗ്രഹം ക്രിസ്തുവിലൂടെ ജാതികളായി നമുക്ക് വരേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് യേശു എന്നെയും നിങ്ങളെയും വിലയ്ക്ക് മേടിച്ചു. അനുഗ്രഹം അനുഭവിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ദൈവ സാന്നിധ്യം കർത്താവിൻ്റെ ഉള്ളിലാണ്. ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൻ്റെ ഉള്ളിലാണ്. ഞാൻ ക്രിസ്തുവിൽ മറഞ്ഞു കഴിഞ്ഞു. ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ക്രിസ്തുവിൽ, ക്രിസ്തു എന്നിലാണ്. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, ഗോസ്പൽ ഈസ് എ ഗുഡ് ന്യൂസ്, ഇറ്റ്സ് നോട്ട് എ ബാഡ് ന്യൂസ്. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം കർത്താവിൻ്റെ ജനത്തെങ്കിൽ അതാണ് പറയുന്നത്. ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. അപ്പോൾ ഈ ഗുഡ് ന്യൂസ് ഇതെന്ത് ചെയ്യും? ഒരു യഥാർത്ഥത്തിലുള്ളൊരു അബ്സല്യൂട്ട് പവർ ഈ ഗുഡ് ന്യൂസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ആ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പോസിബിളായിട്ട് മാറുന്നു. അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി മാറ്റുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തി എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ ആ അബ്സല്യൂട്ട് പവർ എന്ത് ചെയ്തു? നമ്മളെ ആ പ്രോബ്ലംസ്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്ന എന്തിനു വേണ്ടി? ഒരു സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ അവിചാരിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കും. അപ്പോൾ അത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് പിടികിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നും വിജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. സഹോദര, ഇത് ഏറ്റെടുക്കുക. ഇത് ഗുഡ് ന്യൂസ് ആണ്. ഇത് ഏറ്റെടുത്താൽ നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ജീവിതത്തിൻ്റെ നിലവാരം മാറും. ദാറ്റ് മീൻസ് നിന്റെ സ്പിരിച്വൽ നിലവാരം മാറും. നിന്റെ ഹൃദയം പ്രകാശിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയും. നീ പോകുന്നിടത്ത് ദൈവത്തിൻ്റെ ഫേവർ ഓഫ് ഗോഡ് അനുഭവിക്കുവാൻ ഇടയായി തീരും. അബ്സല്യൂട്ട് പവർ. അതെന്ത് ചെയ്യും? അത് നമ്മുടെ ജീവിതത്തിലെ സങ്കടത്തെ സന്തോഷമാക്കി മാറ്റും. തമിഴിൽ ഇങ്ങനെ പറഞ്ഞ ഒരു പാട്ടുണ്ട്, ഉങ്കൾ ദുഃഖം സന്തോഷമായി മാറും, ഉങ്കൾ കവലൈകൾ കണ്ണീർ എല്ലാം മറൈந்துவிடும், കലങ്കാതെ മകനേ കലങ്കാതെ മകളെ നാം യേശു കൈവിട മാട്ടാർ. കർത്താവ് നമ്മളെ കൈവിടത്തില്ല സഹോദര. അത് വിളിച്ചു പറയണം, എൻ്റെ യേശു എന്നെ കൈവിടത്തില്ല.
ഓ ഹല്ലേലൂയ, രാവിലെ എഴുന്നേറ്റിട്ട് ഡിക്ലെയർ ചെയ്യണം, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്, ഐ ആം നോട്ട് എ വിക്ടിം, ഐ ആം എ വിക്ടർ, ഐ ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്, ഐ ആം നോട്ട് ഓഫ് ദിസ് വേൾഡ്. ആ ഒരു പാറ്റേൺ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കും. രോഗസൗഖ്യം, ആത്മീയ വിടുതൽ, ഭൗതിക നന്മകൾ ഒക്കെ നമ്മളെ പിന്തുടരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ പരാജയം ജയമായി തീരും. നമ്മുടെ സ്ട്രെസ് ഉണ്ടല്ലോ, സ്ട്രെസ്സും ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ മാറും. ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്, പ്രേ അബൌട്ട് എവറിത്തിങ്. എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറഞ്ഞിരിക്കുന്നു, പ്രേ അബൌട്ട് എവറിത്തിങ്. Do not be anxious about anything. Tell God what you need and give thanks to Him. പ്രൈസ് ഗോഡ്. താങ്ക്സ് ഗിവിംഗ് ഒക്കെ ഒരു സ്പിരിച്വൽ ഫോഴ്സാണ്. നമ്മൾ ഇങ്ങനെയുള്ള ആ ദൈവത്തിൻ്റെ ശക്തിയും സന്തോഷവും അനുഭവിച്ചവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ ചിലപ്പം യോഗത്തിൽ പ്രാർത്ഥനയിൽ ആളുകൾ ഓടുന്നത് ഞാൻ കാണാറുണ്ട്. അവർ ഓടുകയാണ്, സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് ആ ഒരു ഓവർഫ്ലോ, ആ ഒരു ബബ്ലിങ്, ആ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, മദ്യപാന്മാർക്ക് കിട്ടാത്ത, മയക്കുമരുന്ന് കഴിക്കുന്നവർക്ക് കിട്ടാത്ത ഒരു ഹൈ ഉണ്ട്. ഹല്ലേലൂയ. എന്താണത്? ഒരു ക്രിസ്തുവിലുള്ള സന്തോഷം. അത് അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയുന്നത് അവർക്ക് പിടികിട്ടും. പ്രൈസ് ഗോഡ്. എന്നാൽ ഒരുപാട് തിയോളജി എല്ലാം പഠിച്ച് മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്നു. ഐ എം സോറി ടു സേ, ബിക്കോസ് ഞാൻ അത് അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഒരു പവർ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു. ഐസയ 26:3, you will keep in perfect peace those whose minds are steadfast. സ്ഥിരമാനസിനെന്തെയും പൂർണ്ണ സമാധാനത്തിൽ ദൈവം കാക്കും. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൂടെ നിൽക്കണം. ചിലർ ഇന്നിങ്ങോട്ട് വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? പെട്ടെന്നൊരു ഉത്സാഹം വന്നു. എന്നാൽ മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വിത്ത് പോലെ, വഴിയരികെ വിതയ്ക്കപ്പെട്ട വിത്ത് പോലെ ഉണങ്ങി വാടി ഞെരിഞ്ഞു പോകുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൈതലിനറിയാം, നല്ല നിലത്ത് വീണ വിത്ത് പോലെ അതെന്ത് ചെയ്യും? അനേകം മടങ്ങ് അത് ഫലം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അല്ലെങ്കിൽ ഉപദേശങ്ങളുടെ ആ മത്തായി 5:6-7 വായിക്കുമ്പോൾ നമുക്കറിയാം, ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനം കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിതൊരു മനുഷ്യന് തുല്യനാവുന്നു. കാറ്റടിക്കാഞ്ഞിട്ടല്ല, പ്രശ്നമുണ്ടാകാഞ്ഞിട്ടല്ല, പ്രതികൂലമുണ്ടാകാഞ്ഞിട്ടല്ല, എന്നാൽ ക്രിസ്തുവിൽ പണിതിരിക്കുന്നത് കൊണ്ട് വീഴത്തില്ല. ആമേൻ. വീഴത്തില്ല. കുലുങ്ങുവാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രശ്നം വരട്ടെ, പ്രതികൂലം വരട്ടെ, എന്നാൽ ഒരു ദൈവം എന്ത് ചെയ്യും? അതിനെ ഓവർകം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എഫേഷ്യൻസ് 4:23 വായിക്കുമ്പോൾ, ടു ബി മെയ്ഡ് ന്യൂ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് യുവർ മൈൻഡ്സ്. അല്ലെങ്കിൽ കൊരിന്ത്യൻസ് 2:16 ഫസ്റ്റ് കൊരിന്ത്യൻസ് വായിക്കുമ്പോൾ, വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ആ ഒരു ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി നമ്മളെ മാറ്റി. എന്താണ് ക്രിസ്തുവിൻ്റെ മനസ്സ്? ഡു നോട്ട് ബി അഫ്രൈഡ്. ശിഷ്യന്മാരോടെല്ലാം ഡു നോട്ട് ബി അഫ്രൈഡ്. ഇന്നത്തെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പേടിപ്പിക്കുക മനുഷ്യരെ. ആകപ്പാടെ പേടിച്ച് ജീവിച്ച് പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ, ഒരു സമാധാനത്തിന് വേണ്ടി അവിടെ വരുമ്പോൾ വെട്ടാൻ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് പ്രസന്റ് ചെയ്യുന്നത്. നോ, ഞാൻ പ്രസന്റ് ചെയ്യുന്ന ദൈവം പ്രോഡഗൽ സൺ തിരിച്ചു വന്നപ്പോൾ അവനെ മാറോട് ചേർത്തൊരു ദൈവത്തെ അത്രേ ഞാൻ കണ്ടുമുട്ടിയത്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രോഡഗൽ സൺ അവൻ തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നെ കേൾക്കുന്ന എത്ര പേര് ഇന്നൊരു തീരുമാനമെടുക്കും, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. എൻ്റെ പിതാവ് എന്നെ കാത്തു വഴിയരികെ നിപ്പുണ്ട്. എൻ്റെ കുറ്റത്തിന് മാർക്കിടുവാനല്ല, എന്നെ നശിപ്പിക്കുവാനല്ല, മറിച്ച് 2 കൈയും നീട്ടി എന്നെ സ്വീകരിക്കുവാൻ നിൽക്കുന്നൊരു പിതാവുണ്ട്. ആ ദൈവമാണ് എൻ്റെ ദൈവം. എൻ്റെ പ്രാണപ്രിയനായ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണ്. ഗുഡ് ബൈ സിന്നിനോട്, ഗുഡ് ബൈ ലോകത്തോട്, ഗുഡ് ബൈ പിശാചിനോട് ഗുഡ് ബൈ പറയുവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? പറയുവാൻ പറ്റുമോ? ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ലോർഡ്. ദാറ്റ് മീൻസ് യു സിംപ്ലി നോട്ടിഫൈങ് ദ ഡെവിൾ, ഐ ആം ഡൺ വിത്ത് you. I am done with you. I am a new creation. My identity, my identification is Bible and the Holy Spirit. എത്ര പേർക്ക് ഇത് ധൈര്യമായിട്ട് പറയും? നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാകട്ടെ, നിങ്ങൾ ഹല്ലേലൂയ ജോലി ചെയ്യുന്നവരാകട്ടെ, ബൈബിൾ പറയുന്നു, വാട്ട് എവർ യു ഡു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗിവ് ഗ്ലോറി ടു ഗോഡ്. എത്ര പേർക്ക് അതിനുള്ള ധൈര്യമുണ്ട്, തൻ്റെ ഇടമുണ്ട്? എവിടെയാക്കിയിരിക്കുന്നെങ്കിലും യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും, യേശുവാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്ന് പറയുവാൻ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് പറയുവാനുള്ള ധൈര്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ
ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ നമുക്ക് ഒരു ധൈര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു അൺലിമിറ്റഡ് ആക്സസ് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം, എഫേഷ്യൻസ് 3:12 വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ബോൾഡ്നെസ്സും ഒരു ആക്സസും ഒരു ധൈര്യവും നമുക്കുണ്ട്. നമുക്കൊരു ആക്സസ് ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു ചർച്ചയിൽ ചെന്നു. ഒരു പാസ്റ്ററിന് കുറേ പേര് അവിടെ ബാഡ്ജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഇട്ടേക്കുന്ന ബാഡ്ജിലെല്ലാം എഴുതിയിട്ടുണ്ട് ആക്സസ് എന്ന്. എന്നാൽ അവിടുത്തെ ആ മെയിൻ പാസ്റ്ററുടെ ബാഡ്ജിൽ എഴുതിയിട്ടുണ്ട് അൺലിമിറ്റഡ് ആക്സസ്. തനിക്ക് എവിടെ വേണമെങ്കിലും ആ ബിൽഡിങ്ങിൽ പോകാം. തൻ്റെ ബാഡ്ജ് കാണിച്ച ഏത് ഡോർ വേണമെങ്കിലും തുറക്കും. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്കൊരു അൺലിമിറ്റഡ് ആക്സസ് ദൈവം തന്നിട്ടുണ്ട്. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പലർക്കും അത് പിടികിട്ടിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ക്രിസ്തുവിലൂടെ, ത്രൂ ക്രൈസ്റ്റ് ദൈവം നമുക്ക് എന്ത് ചെയ്തു? അൺലിമിറ്റഡ് ആക്സസ് തന്നിട്ടുണ്ട്. ആമേൻ. അത് എല്ലാ അർത്ഥത്തിലും, ആത്മീയ, ഭൗതിക, സാമ്പത്തിക, ശാരീരിക സകല മേഖലകളിലും ആമേൻ ഒരു അൺലിമിറ്റഡ് ആക്സസ് ദൈവം തന്നിട്ടുണ്ട്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകം നെഗറ്റീവ് പറയും. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? വി ലിസൺ വാട്ട് ദ വേൾഡ് സെയ്സ്. ലോകം പറയുന്നത് നമ്മൾ കേൾക്കുന്നു, ബട്ട് വി ഡോണ്ട് ലിസൺ വാട്ട് ദ വേർഡ് സെയ്സ്. വചനം പറയുന്നതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഈ ലോകം പറയുന്നതിനും നെഗറ്റീവിനും ഫ്രണ്ട്സ് പറയുന്നതിനും ഒക്കെ സയൻസിനും ഒക്കെ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കാതിരിക്കുവാൻ സാധ്യതയുണ്ട്. അതിനൊരിക്കലും നമ്മൾ സമ്മതിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ തന്നെ മറ്റൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ക്രിസ്ത്യൻ ലൈഫിൽ മുന്നേറുവാൻ കഴിയാത്തത് ഫിയർ ഓഫ് ദ ലോഡ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ആകപ്പാടെ പാരലൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ്. ഒരിക്കലും അങ്ങനെയല്ല. ബിബ്ലിക്കൽ ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു റെവറൻസ് ആണ്, ഒരു അക്കൗണ്ടബിലിറ്റിയാണ്. ഒരു മകന് പിതാവിനോടുള്ള സ്നേഹത്തിൽ നിറഞ്ഞൊരു ഭയം. ഇതൊരു ഭയം എന്നല്ല പറയാൻ പറ്റത്തില്ല. ഒരു റെവറൻസ്, ഒരു ബഹുമാനം, ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു ദൈവത്തെ കാണുമ്പോഴുള്ള, ദൈവവചനം വായിക്കുമ്പോഴുള്ള നമ്മുടെ ആ ഒരു താല്പര്യം, ആ ഒരു സ്നേഹബന്ധം, അതത്രേ ആ ഒരു ഫിയർ. അതൊരിക്കലും ഒരു പാരലൈസ്ഡ് ആയി കളയുന്ന ഒരു, ചിലർക്കങ്ങ് പേടിയാണ് ദൈവം എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ ദൈവം ലോകത്തെ സ്നേഹിച്ചു, അല്ലെങ്കിൽ ദൈവം സ്നേഹമാണ്. ആമേൻ. ഞാൻ പറയട്ടെ, ഫെയ്ത്ത് വർക്ക്സ് ബൈ ലവ്. ഇനി നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം പോലും എങ്ങനെയാണത് സാധ്യമാകുന്നത്? ബൈ ലവ്, സ്നേഹത്താലാണ്. എന്നാൽ ഫിയർ ശരിക്കുമുള്ള ബഹുമാനത്തോടു കൂടിയുള്ള ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം നമ്മൾ എന്തു ചെയ്യും? ലൈഫിൻ്റെ, ജീവിതത്തിൻ്റെ ആങ്സൈറ്റികളിൽ നിന്നും വറികളിൽ നിന്നും നമ്മൾ എന്തു ചെയ്യും? അത് നമ്മൾ ഡെലിവർ ചെയ്യും. അവിടെയാണ് ഡെലിവറൻസ്. യഥാർത്ഥ ഡെലിവറൻസ് നടക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു പ്രകാശിച്ചു തുടങ്ങുമ്പോൾ എന്തു ചെയ്യും? ലൈറ്റ് വരുമ്പോൾ ഡാർക്ക് പോകുന്ന പോലെ, ഞാൻ ആരാണ് ക്രിസ്തുവിൽ എന്ന് തിരിച്ചറിയുമ്പോൾ ഈ പിശാചിൻ്റെ തന്ത്രം നമുക്ക് മനസ്സിലാകും. അവൻ്റെ പരിപാടിയാണ് ഫിയർ കൊണ്ടുവരിക. ഫിയർ കംസ് ഫ്രം ഈവിൾ, ഫെയ്ത്ത് കംസ് ഫ്രം, വിശ്വാസം വരുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ആ ഒരു റെഫറൻസോട് കൂടിയ ദൈവിക ബന്ധം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഒരുപാട് ഫാക്റ്റ് നമ്മുടെ ചുറ്റും കാണും. രോഗം, ദുഃഖം, ഇല്ലായ്മ, സ്കേഴ്സിറ്റി, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ എല്ലാം ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നത് എല്ലാം ഫാക്റ്റാണ്. എന്നാൽ ട്രൂത്ത് എന്താണ്? പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു അൺകോമൺ കറേജ് ദൈവം നമുക്ക് തരും. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ അൺകോമൺ ഫെയ്ത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. യെസ്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. പിശാചേ, നിനക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. പിശാച് നമ്മളെ ടോർമെൻറ്റ് ചെയ്യാൻ വരുമ്പോൾ വചനം എടുത്ത് ഉപയോഗിക്കണം. റെസിസ്റ്റ് ദ ഡെവിൾ, അല്ലെങ്കിൽ കാസ്റ്റ് ഔട്ട് ദ ഡീമൺ. അതിനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ജയാളിയായ ക്രിസ്തുവിനെ നാം തിരിച്ചറിയും തോറും, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നാം വളരും തോറും, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും തോറും നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ശത്രുക്കളുടെ മുമ്പാകെ ദൈവം മേശയൊരുക്കും. കാരണം സഹായം വരുന്നത് എവിടുന്നാണ്? പ്രൈസ് ഗോഡ്. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നാണ് നമ്മുടെ സഹായം വരുന്നത്. നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ, പ്രത്യാശയാൽ നിറ
നിറയട്ടെ. വിശ്വസിക്കുന്നതിനുള്ള സമാധാനം, സന്തോഷം, സൗഭാഗ്യം, അതുകൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. വചനം ഫീഡ് ചെയ്യട്ടെ, നമ്മുടെ ഉള്ളിലേക്ക് വചനം ഫീഡ് ചെയ്യട്ടെ. നെഗറ്റീവ് അല്ല, പോസിറ്റീവ് എന്ന് പറയുന്ന രീതി മാത്രമല്ല. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുന്തോറും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളരും. ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടും തോറും നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകും. ക്രിസ്തുവിലുള്ള പ്രത്യാശ, യേശു ക്രിസ്തു മുഖാന്തരമുള്ള വിടുതൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, ഇതുകൊണ്ട് വചനം ഉറപ്പിക്കപ്പെടും. തന്നെയുമല്ല, നാം ധൈര്യമുള്ളവരായി തീരും. നമ്മുടെ ഫെയ്ത്തിന് നേരെയാണ് പോരാട്ടം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ പോരാട്ടം ഒരു ദൈവവൈതൽ നേരിടുന്നത് എന്താണ്? വിശ്വാസത്തിന് നേരെയുള്ള പോരാട്ടം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഐ ഹാവ് ഫോട്ട് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പോരാട്ടമുണ്ട്. അതിൽ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദൈവവചനവും അഭിഷേകവും നിമിത്തം. അപ്പോൾ അഭിഷേകം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അബ്സല്യൂട്ട് പവർ നമുക്ക് ലഭിക്കും. അബ്സല്യൂട്ട് പവർ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഹല്ലേലൂയ, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോസിബിളായിട്ട് മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.